ഏവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ ജഡായു എർത്ത് സെന്ററിലെ കാഴ്ചകളും ടൂറിസ്റ്റ് ഇൻഫർമേഷനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജഡായു എർത്ത് സെന്ററിലേക്ക് എത്താൻ ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങേണ്ടത്. തിരുവനന്തപുരം കൊട്ടാരക്കര റൂട്ടിലാണ് ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1.8 കിലോമീറ്ററാണ് ജഡായുവിലേക്കുള്ള ദൂരം. 60 രൂപ ഓട്ടോയ്ക്ക് നൽകിയാൽ ജഡായുവിലെത്താം. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. എർത്ത് സെന്ററിൽ പ്രവേശിക്കാൻ 236 രൂപയാണ് എൻട്രി ഫീ. രണ്ട് വിധത്തിൽ മുകളിലേക്ക് പോകാൻ സാധിക്കും. ഒന്ന്, നമുക്ക് നടന്നു പോകാൻ സാധിക്കും. അങ്ങനെ പോകുന്നതിന് എൻട്രി ഫീസ് അടക്കം 295 രൂപയാണ് ചാർജ്. പക്ഷേ 826 സ്റ്റെപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ 1 കിലോമീറ്റർ ദൂരം കൂടിയുണ്ട് മുകളിലേക്ക്. അത് ഇച്ചിരി ടാസ്ക്കാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കേബിൾ കാറാണ്. അങ്ങനെ പോകുന്നതിന് 236 രൂപ എൻട്രി ഫീസിനോടൊപ്പം 263 രൂപ കേബിൾ കാർ ചാർജ് കൂടി നൽകണം. അങ്ങനെ ടോട്ടൽ 499 രൂപയാവും. ഞാൻ കേബിൾ കാർ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. എർത്ത് സെന്ററിൽ പ്രവേശിക്കാൻ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ഉണ്ട്. എയർപോർട്ടിലൊക്കെ കാണുന്ന രീതിയിൽ ദേഹപരിശോധനയൊക്കെ നടത്തും. അകത്ത് കയറിയാൽ നമ്മൾ ആദ്യം കേബിൾ കാർ ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം വെയിറ്റിംഗ് ഏരിയയിൽ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു 5 മിനിറ്റിനുള്ളിൽ കേബിൾ കാർ എത്തും. അതിനുള്ളിൽ വേണമെങ്കിൽ ഒരു ചായയോ ക്യാപ്പുച്ചീനോ ഒക്കെ കുടിക്കാൻ ചെറിയ കഫേകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ റോപ്പ് ബോർഡിലേക്ക് നമ്മളെ കേബിൾ കാർ വരുന്നതനുസരിച്ച് ഒഫീഷ്യൽസ് വിളിക്കും. ചെറിയൊരു സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ മുകളിൽ നിന്ന് നമുക്ക് പോകാനുള്ള കേബിൾ കാർ താഴേക്ക് വരുന്നത് കാണാം. വൈറ്റ് കളറിലുള്ള കേബിൾ കാറിൽ മുകളിൽ നിന്ന് താഴേക്കുള്ളവർ വന്ന് ഇറങ്ങുന്നത് കാണാം. ഈ കേബിൾ കാറുകൾ സ്വിസ് മെയ്ഡാണ്. എല്ലാ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡും എടുത്താണ് കേബിൾ കാർ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. കേബിൾ കാർ കയ്യിൽ മുകളിലേക്ക് പോകുമ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. എങ്കിലും പുറത്തെ കാഴ്ചകൾ മനോഹരമായിരുന്നു. മുകളിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള കേബിൾ കാർ താഴേക്ക് വരുന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഒരു സൈഡിലെ ഹെലിപാഡിന്റെ കാഴ്ചയും ഗംഭീരമായിരുന്നു. കേബിൾ കാറിൽ കയറി മുകളിൽ ചെന്നിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ്. ഇതൊരു 1.5 മുതൽ കാഴ്ചയാണ്. 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവുമുള്ള ഈ പക്ഷിരാജാവിനെ നിർമ്മിച്ചത് പ്രശസ്ത ചലച്ചിത്രകാരനായ രാജീവ് അഞ്ചലാണ്. ജഡായുപ്പാറ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണ്. സീതാദേവിയെ രക്ഷിക്കുവാനുള്ള ജഡായുവിന്റെ ധീരത ഉയർത്തിക്കാട്ടുന്ന ഇതിഹാസ ഘടന സ്ത്രീകൾക്ക് നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അവരുടെ സുരക്ഷയെക്കുറിച്ചും ആളുകളോട് വിളിച്ചു പറയുന്നു. പ്രകൃതിയുടെ അതിമനോഹര കാഴ്ചകൾ ജഡായുപ്പാറയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയും. ഇതും ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒരു ഗംഭീര അനുഭവമാക്കുന്നു. ശ്രീ കോദണ്ഡരാമക്ഷേത്രവും ജഡായുപ്പാറയിലെ ഒരു ഗംഭീര കാഴ്ചയാണ്. ശ്രീരാമസ്വാമിക്കുള്ള പൂജകളും വാനര ഫീസ്റ്റുമൊക്കെ ഈ ടെമ്പിൾ പ്രധാനപ്പെട്ടതാക്കുന്നു. ഒരുപാട് വാനരന്മാർ ഈ അമ്പലത്തിന്റെ സൈഡിൽ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. ശ്രീരാമന്റെ ജീവിതത്തിൽ നിന്നുള്ള കാലാതീതമായ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ആശയം കോദണ്ഡരാമക്ഷേത്രം മുന്നോട്ട് വയ്ക്കുന്നു. ജഡായുപ്പാറയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച അവിടെയുള്ള ഓപ്പൺ തിയേറ്ററാണ്. ധാരാളം കൾച്ചറൽ ഇവന്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ചെറിയ ചാറ്റൽ മഴയ്ക്ക് ശേഷം വെള്ളം കെട്ടിക്കിടക്കുന്ന ഓപ്പൺ തിയേറ്ററിൽ ചെറിയ കുട്ടികൾ കളിച്ച് തിമിർക്കുന്നത് കാണാം. ഓപ്പൺ തിയേറ്ററിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ പോയിന്റ് ഗംഭീരമാണ്. ജഡായുപ്പാറയിലെ കാഴ്ചകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു പോകാനുള്ള കേബിൾ കാർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 2 and fro ആയതുകൊണ്ട് തന്നെ കേബിൾ കാർ ടിക്കറ്റ് അധികമാണെന്ന് എനിക്ക് തോന്നിയില്ല. തിരിച്ച് കേബിൾ കാറിൽ വന്നിറങ്ങുന്നത് നേരെ ഗെയിമിംഗ് സോൺ ഏരിയയിലേക്കാണ്. വണ്ടർ വേൾഡ് റിയാലിറ്റി, ലോബ്സ്റ്റർ പോട്ട്, പിരമിഡ് സ്മാഷ്, 12D റൈഡർ എക്സ്പീരിയൻസ് ഒക്കെ ഗെയിമിംഗ് സോണിലുണ്ട്. അതോടൊപ്പം തന്നെ രുചികരമായ ഭക്ഷണം നൽകുന്ന നിരവധി റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായ ജഡായുവിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.